ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും ചക്കിടാസ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കാണിക്കാൻ വന്നത് ഒരു ലെയറിങ്, ഒരു നാരകച്ചെടിയിൽ ലെയർ ചെയ്ത ഒരു കമ്പ് കട്ട് ചെയ്തിട്ട് അത് നമ്മൾ മണ്ണിൽ നടാൻ പോവാണ്. അപ്പോൾ അതിൻ്റെ മദർ പ്ലാന്റും അത് മണ്ണിൽ നടാൻ കവറൊക്കെ പോയതാണ്. അപ്പോൾ ലെയറിങ് ചെയ്തിട്ട് 3-4 മാസത്തിൻ്റെ അടുത്തായി. അപ്പോൾ വേര് പിടിച്ചിട്ട് നല്ലോണം വേരൊക്കെ വേര് പിടിച്ച് എന്നോ കട്ട് ചെയ്യാനൊക്കെ ആയതാണ്. നമ്മൾ സമയം കിട്ടാത്തത് കൊണ്ട് കട്ട് ചെയ്ത് മാറ്റി നടാൻ പറ്റില്ല. അപ്പോൾ ഇന്ന് ഏതായാലും ഇപ്പോൾ കട്ട് ചെയ്ത് കഴിഞ്ഞ് അപ്പോൾ മാറ്റി നടണം. ഇവിടുന്ന് കുറച്ചങ്ങോട്ട് പോകണം, ഒരു 3-4 കിലോമീറ്റർ പോകണം. അവിടെയാണ് സ്ഥലം, അവിടെയാണ് ഇത് നടേണ്ടത്. അപ്പോൾ നമ്മളിത് ഇഷ്ടം പോലെ തൈകളൊക്കെ അങ്ങനെ ഉള്ളതും കൊണ്ട് അതൊക്കെ എവിടെയെങ്കിലുമൊക്കെ ഉണ്ട്. ഇപ്പോൾ ടെറസിലാണ് കൂടുതൽ തൈകളുള്ളത്. അപ്പോൾ ടെറസിന് കുറേ ഒഴിവാക്കുകയാണ്. പിന്നത് കവറിൽ ചെയ്യേണ്ട ഒരു കൊല്ലമൊക്കെ കഴിയുമ്പോൾ കവറിങ്ങനെ വലിയ വലിയ കവറിലൊക്കെ മാറ്റി കൊടുക്കണം. അപ്പോൾ അതിനൊരു സൗകര്യം ഇല്ലാത്തത് കൊണ്ട് നമ്മൾ നിലത്ത് നടാൻ വിചാരിച്ചു. നിലത്ത് ഇട്ടാൽ പിന്നെ നമ്മൾ മാറ്റി കൊടുക്കണ്ടല്ലോ. അപ്പോൾ അവിടെ കഴിഞ്ഞ സ്ഥലമൊക്കെ എടുക്കുന്നതിനെ കൊണ്ട് അവിടേക്ക് കൊണ്ടുപോകാനുള്ളത് കുറേശ്ശെ അങ്ങനെ കൊണ്ടുപോയിട്ട് ഇത് കട്ട് ചെയ്യുമ്പോഴൊക്കെ ഭയങ്കര മുള്ളാണ് പ്രശ്നം. ഇത് കൊണ്ടുപോകാനും പാടാണ്. വലിയ തൈയാകുമ്പോൾ അത് കൊണ്ടുപോകാനും ബുദ്ധിമുട്ടാണ്. തൊഴുന്നേരത്തിലൊക്കെ മുള്ളി കൊളുത്തി പിടിക്കും. കുറച്ചൊക്കെ പിടിക്കാനൊക്കെ ഈ ബൈക്ക് മേലാണ് കൊണ്ടുപോകാനും പണിയാണ്. മറ്റുള്ള വണ്ടി സുഖമാണ്. ഈ ബൈക്ക് മേലെ നമ്മൾ പിടിക്കാനും പറ്റൂല, വെക്കാനും പറ്റൂല എന്ന് പറഞ്ഞ മാതിരിയാണ്. കുറച്ചൊക്കെ അതിൻ്റെ കമ്പൊക്കെ ഒന്ന് വെട്ടി മുള്ളൊക്കെ ഒന്ന് ഒഴിവാക്കിയിട്ട് കൊണ്ടുപോകാം. ഇപ്പോൾ വേരൊക്കെ നല്ലോണം പിടിച്ച് ലെയർ ചെയ്തിട്ട് ഇപ്പോൾ 4 മാസമായി. അപ്പോൾ നമ്മൾ സമയം കിട്ടാത്തതും കൊണ്ട് അപ്പോൾ ഫസ്റ്റ് മഴയ്ക്ക് തന്നെ കട്ട് ചെയ്ത് വെക്കായിരുന്നു. അപ്പോൾ സമയം കിട്ടിയില്ല. ഇപ്പോൾ ഏതായാലും ഇനിയിപ്പോൾ നിർത്താൻ പറ്റില്ല. വേര് വന്ന് ആകെ പിടുത്തം ഇട്ടത്. ഇനിയിപ്പോൾ നമ്മുടെ മദർ പ്ലാന്റിൽ നിന്ന് തന്നെ മണ്ണൊക്കെ ഒഴിവാക്കിയിട്ടാണ് കൊണ്ടുപോകുന്നത്. ഭയങ്കര വെയിറ്റാണ്. വെയിറ്റായി നമുക്ക് അങ്ങനെ കൊണ്ടുപോകാൻ കഴിയില്ല. അത്രയും നനയും മണ്ണെല്ലാം കൂട്ടി നനഞ്ഞിട്ടൊരു സിമെൻറ്റ് ചാക്കിലായിരുന്നു വെച്ച്. അപ്പോൾ ആകെ നനഞ്ഞിട്ട് നല്ല വെയിറ്റാണ്. അതിൽ കുറച്ച് മണ്ണായിട്ട് ഒഴിവാക്കി കഴിഞ്ഞാൽ പിന്നെ അങ്ങനെയായിട്ട് കൊണ്ടുപോകാം. കവറിലിട്ടാണ് കൊണ്ടുപോകാൻ. ഇതിപ്പോൾ ഇങ്ങനെ തന്നെ കൊണ്ടുപോയിട്ട് അങ്ങനെ വെച്ചാൽ ഇപ്പോൾ വളമൊന്നും കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഒരു കുയ്യെടുത്തും കഴിഞ്ഞാൽ അതിലോട്ട് വെച്ച് കൊടുത്താൽ പിന്നെ ഇപ്പോൾ ഏകദേശം 1 മാസം കഴിഞ്ഞിട്ട് നല്ലോണം വേരൊക്കെ മണ്ണിൽ ഇറങ്ങിയിട്ട് മാത്രം നമ്മൾ വളം കൊടുത്താൽ. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇനിയിപ്പോൾ ലോങ് വീഡിയോ ഇട്ടിട്ടൊക്കെ കുറേ ആയി. വീഡിയോ എടുക്കാൻ സമയം കിട്ടില്ല, ഓരോരോ പണി ജോലി പ്രശ്നങ്ങളായിട്ട് അങ്ങനെ. അപ്പോൾ ഇതാണ് നമ്മളെ കുയ്യ്. ഒരു ഒന്നൊന്ന് കുയ്യൊക്കെ കുത്തി അതിലോട്ട് വെച്ച് അങ്ങനെ വെച്ചും കഴിഞ്ഞ് അങ്ങനെയാണ് മണ്ണിടുകയാണ്. ഇപ്പോൾ വളമൊന്നും കൊടുക്കുന്നില്ല. ഇനി ഏകദേശം 1 മാസം കഴിഞ്ഞിട്ട് വേരൊക്കെ പിടിച്ചിട്ട് നമുക്ക് വളം കൊടുത്താൽ മതി. അപ്പോൾ ചാണപ്പൊടി, വേപ്പിൻ പിണ്ണാക്ക്, എല്ലുപൊടി എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തും കഴിഞ്ഞ് കുറച്ച് വളം കൊടുക്കുക. ഇപ്പോൾ ഒന്നും കൊടുക്കണ്ട. ഇപ്പോൾ അങ്ങനെ തന്നെ കുയ്യെത്തിയും കഴിഞ്ഞ് മണ്ണിൽ കട വെച്ചാൽ മതി. അപ്പോൾ പെട്ടെന്ന് വേര് പിടിച്ചോളും. വേരൊക്കെ മണ്ണിൽ ഇറങ്ങിക്കോളും. ഇവിടെ ആകുമ്പോൾ നല്ല ഒഴിഞ്ഞ സ്ഥലമാണ്. പടന്ന് പിടിച്ചിങ്ങനെ ഉണ്ടായിക്കോളും. ഒരു ബുദ്ധിമുട്ടില്ല. മരങ്ങളൊന്നുമില്ല. നല്ല വെയിൽ കിട്ടുന്ന സ്ഥലമാണ്. അപ്പോൾ ഉഷാറായിട്ടുണ്ടായിക്കോളും. ഇനി നല്ല ഒഴിഞ്ഞ സ്ഥലം, മരങ്ങളൊന്നും ഇല്ലാത്ത സ്ഥലം, നല്ല വേര് കിട്ടുന്ന സ്ഥലമായിരിക്കണം. അപ്പോൾ അത് ഇഷ്ടം പോലെ കായ് ഉണ്ടായിക്കോളും. ഇത് ഈ സീഡ്ലെസ് ലെമനാണ്. സീഡ്ലെസ്സാണ്, കുരുവില്ലാത്ത. നല്ലോണം കായ് പിടിക്കും. പിന്നെ ടെറസിൽ നല്ലോണം ഉണ്ടായിരുന്നു. ഒരു 4-5 കവറിൽ ചട്ടിയിലൊക്കെ ആയിട്ട് ഉണ്ടായി. 5-ലൊക്കെ അധികമുണ്ട്. ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് കുറേ ഞാൻ ഓരോരുത്തർക്ക് കൊടുത്ത് 2-3 കൊടുത്ത്. ഇനി ഒരു 2 മാത്രമേ ടെറസിൽ വെക്കുന്നത്. ഇതിപ്പോൾ ഒരു കൊമ്പ് നമ്മൾ വെട്ടിയും കഴിഞ്ഞ് കൊമ്പൊടിച്ച് ഇങ്ങനെ കുത്തിക്കുകയാണ്. അപ്പോൾ തന്നെ പെട്ടെന്ന് തന്നെ വേര് പിടിച്ചൊരു 15 ദിവസം 20 ദിവസം കൊണ്ട് തന്നെ വേര് പിടിച്ചോളും. നല്ല വേനൽ വരെ അത് വേര് പിടിക്കുക. നല്ല ഒരു കമ്പ് കട്ട് ചെയ്തും കഴിഞ്ഞ് പിന്നെ വെള്ളത്തിലിട്ട് 15 ദിവസം കൊണ്ട് തന്നെ വേര് പിടിക്കും. ആ വേര് പിടിക്കുന്ന സമയത്ത് നമ്മളെടുത്തും കഴിഞ്ഞ് ഒരു കവറിൽ മണ്ണ് ഇതൊക്കെ ചോറൊക്കെ നിറച്ച് കഴിഞ്ഞാൽ അതിൽ കവറിൽ പോട്ടി മിക്സൊക്കെ നിറച്ച് കഴിഞ്ഞാൽ അതിൽ വെച്ചാൽ മതി. ഇത് നമ്മൾ കട്ട് ചെയ്ത
ലെയർ ചെയ്ത കമ്പാണ്. അപ്പോൾ നല്ലോണം ഇഷ്ടം പോലെ വേര് പിടിച്ചിട്ടുണ്ട്. പ്ലാസ്റ്റിക്കിൻ്റെ കവറ് കെട്ടിയ കവറൊക്കെ ഒഴിവാക്കിയിട്ട് മണ്ണിൽ വെക്കണം. ഇഷ്ടം നല്ലോണം തൈ ഉണ്ടാക്കാം. ഞാൻ കൊമ്പൊക്കെ വെട്ടി ഒഴിവാക്കുമ്പോൾ പ്രൂൺ ചെയ്യുമ്പോൾ ഞാൻ ആ കമ്പ് ഏതെങ്കിലും ഒരു കവറിലാണ് കുത്തിയേക്കും. ആ കുറച്ച് ഒരു മാസം കഴിയുമ്പോഴേക്കും തന്നെ വേര് പിടിച്ച് ഉഷാറായി ഉണ്ടാവും. അങ്ങനെയാണ് തൈകൾ ഇങ്ങനെ ഇഷ്ടം പോലെ ആയത്. അപ്പം ഞാൻ പിന്നെ ഓരോരുത്തർക്ക് എടുത്തു കൊടുത്ത് ഇങ്ങനെ തൈയൊക്കെ എടുത്തു കൊടുത്ത് ഇങ്ങനെ ഒഴിവാക്കുക. ഇത് ടെറസിലും കൂടെ നിറഞ്ഞേക്ക്. പിന്നാണെങ്കിൽ ഇത് കൊല്ലത്തിൽ ഓരോ കൊല്ലം കഴിയുമ്പോൾ നമ്മൾ കവർ മാറ്റി കൊടുക്കണം. കവർ വലിയ കവറിലൊക്കെ മാറ്റി കൊടുക്കണം. അത് നല്ലോണം വേര് പിടിച്ചു. ഇത് ഇപ്പം 4 മാസമൊക്കെ ആയി. 4 മാസം ഒന്നും ആകേണ്ട ആവശ്യമില്ല. ഒരു മാസം 1.5 മാസം ആകുമ്പോഴേക്കും നമുക്ക് വേര് പിടിച്ച് മാറ്റി കട്ട് ചെയ്യണം. കട്ട് ചെയ്ത് കവറിലൊക്കെ നിലത്തൊക്കെ മാറ്റി നടാം. ഇതിലൂടെ ഇപ്പോൾ ഈ ഒഴിഞ്ഞ സ്ഥലം കൊണ്ട് നമ്മൾ ഇതിൽ വാഴ വെച്ചിരുന്നു. വാഴൻ്റെ പണി ഉണ്ടായിരുന്നു. വാഴ ഇപ്പോൾ ഒരു മാസം പോരായി വെച്ചിട്ട് ഇപ്പോൾ മുളകൊക്കെ വന്നിട്ട്. അപ്പോൾ അതിൻ്റെ സൈഡിൽ കൂടെയൊക്കെ അത് ഈ നാരങ്ങ ചെടി വെച്ച് കൊടുക്കാൻ വെച്ചു. നാരങ്ങ ചെടി ഇഷ്ടംപോലെ ഉള്ളതല്ലേ. അപ്പോൾ അങ്ങനെ കുഴിച്ചിട്ടാണ്. നമുക്കിപ്പോൾ എപ്പോഴും വന്ന് നോക്കാനും പറ്റില്ല. പിന്നെ അങ്ങനത്തെ സ്ഥലത്തൊക്കെയാണ് ഇത് അവിടെ കുഴിച്ചിട്ടാൽ ഇഷ്ടംപോലെ ഉണ്ടാവും. അത് നല്ല ചോരല്ലാത്ത സ്ഥലം കൊണ്ട് തണലില്ലാത്ത സ്ഥലം കൊണ്ട് ഇഷ്ടംപോലെ ഉണ്ടായിക്കോളും. അപ്പം ഇന്നത്തെ വീഡിയോ നാരകച്ചെടി കുഴിച്ചിരുന്ന വീഡിയോ ആണ്. നാരകച്ചെടി നടന്നത് ലെയർ ചെയ്ത് അതിൻ്റെ മദർ പ്ലാന്റും രണ്ടും കൂടി കൊണ്ട് കൊണ്ടുവന്ന ഞാൻ ഇത് കുഴിച്ചിടുന്ന എന്തെങ്കിലും കമ്പിട്ടിയാൽ നേരെ അത് വെള്ളത്തിലിട്ട് തരും. ഒരു 15-20 ദിവസം കഴിയുമ്പോഴേക്കും തന്നെ വെള്ളത്തിൽ നിന്ന് ആ വേര് പൊട്ടൽ വേണം. വേര് വെട്ടി കുറച്ച് കഴിഞ്ഞിട്ട് ഒരു 10 ദിവസം കഴിഞ്ഞിട്ട് അതൊരു കവറിലേക്ക് മാറ്റിയിട്ട് അതൊക്കെ അതിൻ്റെ കമ്പ് ഞാൻ കട്ട് ചെയ്ത് ഒഴിവാക്കി മൂപ്പത്തി ആളൊക്കെ നടുകയാണ്. ശരിത്തിലും വെക്കുകയാണ്. ഞാൻ കമ്പ് കുറേ കട്ട് ചെയ്ത് ഞാൻ ഒഴിവാക്കിയിരുന്നു. നമ്മൾ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് വലിയ കമ്പുകളായിട്ട്. പിന്നെ നമ്മളെ വാഴയൊക്കെ ആകെ മുളച്ച് വരുന്നുണ്ട്. വാഴയൊക്കെ തൂമ്പ് വന്നിരിക്കും. പിന്നെ അതിന് വളമൊക്കെ ഇടണം. ഏകദേശം 10-20 ദിവസം കഴിഞ്ഞു മുളന്ന്. ഇനിയിപ്പോൾ അതിന് വളം കൊടുക്കണം. പുല്ലൊക്കെ ചെത്താണ്ട് പുല്ലൊക്കെ ചെത്തിയാൻ ശരീരത്തെ കൂട്ടി വളം ഇട്ട് കൊടുക്കണം. ഏതായാലും ഈ വീഡിയോ ഇവിടെ നിർത്തുകയാണ്. അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. അടിപൊളി.